അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇമ്പോർട്ടൻസ് ഓഫ് വാംപ് അല്ലെങ്കിൽ വാംപിൻ്റെ ആവശ്യകത അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാനിന്നിവിടെ കാണിക്കുന്ന ഈ വാമപ്പും വർക്കൗട്ടുകളും സ്ട്രെച്ചിങ്ങും ഇതെല്ലാം നമുക്ക് സ്കേറ്റിങ്ങിന് മാത്രമല്ല യൂസ്ഫുൾ ആവുന്നത്. നമുക്ക് ഏത് ഫിസിക്കൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും മുമ്പായിട്ട് നമ്മൾ ഈ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് നന്നായിട്ട് എൻഹാൻസ് ആവും. എന്തിനാണ് വാമപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാമപ്പ് കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മെയിനായിട്ടും വാമപ്പ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നലാണ് ഈ വാമപ്പ്. അതുകൊണ്ട് ഈ വാമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലർക്കും വേറൊരു ഡൗട്ടാണ് വരുന്നത്, ഈ വാമപ്പ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ആകുന്നതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാമപ്പിലൂടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നലാണ് ചെല്ലുന്നത്. നമ്മൾ ഇതുപോലെ ആക്ടിവിറ്റി കയറാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുവാണെന്നുള്ള സിഗ്നൽ ബ്രെയിനിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഈ വാമപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ മസിൽസ് ലൂസ് ആകുന്നു, ഫ്ലെക്സിബിലിറ്റി കൂടുന്നു. അതുപോലെ തന്നെ നമുക്ക് റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും പറ്റി ഒന്ന് വീഴാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പൊസിഷനിൽ തന്നെ വീഴാതെ തിരിഞ്ഞ് വീഴാനും, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞു മാറാനും എല്ലാത്തിനും ഇതുപോലെ വാമപ്പ് ഹെൽപ്പ് ചെയ്യുന്ന. അതുപോലെ തന്നെ ഈ മസിൽ പെയിൻ, മസിൽ സ്റ്റിഫ്നെസ്, റിക്കവറി പ്രോബ്ലം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം വാമപ്പാണ് ഒരു പരിധി വരെ. അതായത് നമ്മളിപ്പോൾ വാമപ്പ് ചെയ്യാണ്ട് സ്റ്റിഫായിട്ടിരിക്കുന്ന മസിലും കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പം അവിടെ ഇഞ്ചുറിയാണ് സത്യം പറഞ്ഞാൽ ഉണ്ടാകുന്നത്. ആ ഇഞ്ചുറിയെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ വാമപ്പ് ചെയ്യണം എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ പല വീഡിയോസിലും ഗെയിംസിലും കണ്ടിട്ടുണ്ടായിരിക്കും പ്ലെയേഴ്സ് ഗെയിംസിന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ വാമപ്പ് ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെൻ്റലിയും ഫിസിക്കലിയും പ്രിപ്പയർ ആകുന്നതാണ് നമ്മൾ ആ രീതിക്ക് കാണുന്നത്. നമ്മുടെ ഈ ബോഡിയിലെ ഇത് സത്യം പറഞ്ഞൊരു വാഹനം പോലെ വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വാഹനം എടുത്തു, സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഫുൾ സ്പീഡിൽ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഡാമേജ് ആയി പോകത്തേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മസിൽസും. നമ്മൾ വാമപ്പ് ചെയ്യാണ്ട് എന്തെങ്കിലും വർക്കൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസോ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിന് ഇഞ്ചുറി പറ്റുന്നു. സെയിം തിങ് ആണ് രണ്ടിടത്തും വർക്കൗട്ട് ആകുന്നത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വാമപ്പില്ലേ, ഇത് നമുക്കൊരു വർക്കൗട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് രാവിലെയോ ഈവനിങ് ടൈമിലോ എപ്പോൾ വേണമെങ്കിലും നമുക്കിതൊരു വർക്കൗട്ടായിട്ട് യൂസ് ചെയ്യാം. എല്ലാം നമ്മളൊരു 3 സെറ്റ് വീതം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും എത്തുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യം മസിലിന് അത്യാവശ്യം ഒരു സ്റ്റിഫ്നെസ് എല്ലാം മാറുന്നതായിട്ട് നമുക്ക് തോന്നും. അതുമാത്രമല്ല, ഈ ഫിസിക്കൽ വർക്കൗട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു, നാളത്തേക്ക് ആക്കണ്ട, എല്ലാവരും സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ബൈ, സ്റ്റേ ഹെൽത്തി.